അപ്പം എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ടോപ്പ് 10 മലയാളം മൂവീസാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് എൻ്റെ മാത്രം സംഭവം വരുന്നതാണ്, അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് ഇതിൻ്റെ റിവ്യൂസൊക്കെ ആൾറെഡി ഇട്ടത് കൊണ്ട് തന്നെ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ എൻ്റെ ടോപ്പ് 10ലേക്ക് കിടക്കാം. 10th പൊസിഷൻ ഞാൻ കൊടുക്കുന്നത് ഗോളം എന്ന സിനിമയാണ്. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. സോ ഈ വർഷം സർപ്രൈസിംഗ്ലി നമുക്ക് കിട്ടിയൊരു കിടിലൻ സിനിമയാണ് ഗോളം. അപ്പോൾ എൻ്റെ 10th പൊസിഷനിലുള്ളത് ഗോളം തന്നെയാണ്. നെക്സ്റ്റ് വന്നിട്ട് മാർക്കോ. ഇത്രയും വയലൻസ് ആയിട്ടുള്ള സിനിമ വേറെ ഉണ്ടായിട്ടില്ല. സോ തിയേറ്റർ എക്സ്പീരിയൻസിൽ എനിക്ക് നല്ല വർക്കായ ഒരു സിനിമയാണ് മാർക്കോ ഞാൻ കൊടുക്കുന്നത് 9th പൊസിഷൻ മാർക്കോയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ എനിക്കറിയാം നമ്മൾ ബേസിൽ നസ്രിയ കൂട്ടുകെട്ടിൽ വന്ന ഒരു നല്ലൊരു മൂവി ആയിരുന്നു. അതിൻ്റെ മേക്കിംഗ് ആയാലും ഒരു ഡാർക്ക് ഹ്യൂമറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ 8th പൊസിഷനിലുള്ളത് സൂക്ഷ്മദർശിനിയാണ്. നമുക്കറിയാം ഒരു സ്ക്രിപ്റ്റിലൂടെ എങ്ങനെ ഒരു ചെറിയൊരു ഡയലോഗ്സിലൂടെ മാത്രം ഒരു ഗംഭീരമായിട്ട് നമ്മളെ പിടിച്ചിരുത്താൻ സാധിക്കുന്ന ഒരു ഗംഭീര സിനിമയായിരുന്നു ആട്ടം എന്ന സിനിമ. അപ്പോൾ ഈ വർഷത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ആട്ടം 7th പൊസിഷനിലാണ്. ഫേമസ് ആയ ഒരു നോവലിൻ്റെ സിനിമ ആവിഷ്കാരം എങ്ങനെ വർക്കാവും എന്നുള്ളത് സ്ക്രീനിൽ ഗംഭീര കാഴ്ചയായിട്ടും പൃഥ്വിരാജ് എന്ന നടൻ്റെ ഉജ്ജ്വല പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ സിനിമയാണ് ആടുജീവിതം. അപ്പോൾ എൻ്റെ ടോപ്പ് 10ലെ 6th പൊസിഷൻ വന്നിട്ട് ആടുജീവിതമാണ്. 5th വന്നിട്ട് നമുക്കറിയാം നമ്മുടെ മമ്മൂക്ക ഒരു കംപ്ലീറ്റ്ലി പുള്ളിയുടെ ഒരു എന്താ പറയുക ഡിഫറെൻറ്റ് സോണ് കണ്ടുപിടിക്കുന്നു, ഡിഫറെൻറ്റ് ജോണർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഒരു ഹൊറർ മൂവി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം. ഇത്തരത്തിലൊരു സിനിമ ഇനി മലയാളത്തിൽ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അത്രയ്ക്കും ഗംഭീരമായ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ ഭ്രമയുഗം എന്നെ സംബന്ധിച്ചോളം 5th പൊസിഷനിലാണ് ഭ്രമയുഗം ഉള്ളത്. ആൻഡ് 4th പൊസിഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത് നമ്മളെ ഭയങ്കരമായിട്ട് ത്രില്ലും അടുപ്പിച്ച ആസിഫ് അലി ചിത്രം കിഷ്കിന്ദ കാണ്ഡമാണ്. അതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ് സിനിമയിൽ പ്രധാന ആകർഷണമായിട്ടുള്ളത്. ഒപ്പം വിജയരാഘവൻ, ആസിഫ് അലി എന്നിവരുടെ പ്രകടനം. അപ്പോൾ കിഷ്കിന്ദ കാണ്ഡമാണ് ടോപ്പ് 4 പൊസിഷനിലുള്ളത്. നമ്പർ 3 ഉള്ളത് വന്നിട്ട് ആവേശമാണ്. അതിൻ്റെ റിപ്പീറ്റ് വാല്യൂവും നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസും ഫണ്ണും കൂടെ ചേർത്താണ് ഞാൻ അതിന് 3rd പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതിനേക്കാളും മികച്ചതെന്നോ ഒന്നും അഭിപ്രായമില്ല. ഞാൻ പറഞ്ഞു കംപ്ലീറ്റ്ലി ഇത് എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പം നമ്പർ 3 ആവേശമാണ്. ആൻഡ് നമുക്കറിയാം ഞാൻ റീസെൻ്റായി കോമഡി സിനിമകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കാണാൻ സാധ്യതയുള്ള സിനിമയാണ് പ്രേമലു. അപ്പോൾ വളരെയധികം യുവാക്കൾക്കിടയിലാണെങ്കിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ 2 പ്രേമലുവാണ്. ആൻഡ് ഫൈനലി എനിക്ക് 2024 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. സർവൈവൽ ത്രില്ലർ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനെ ഗംഭീരമായി എടുത്ത് സ്ക്രീനിൽ എത്തിച്ച് നമ്മളെ വീണ്ടും വീണ്ടും അത് കാണുമ്പോൾ ഭയങ്കര ഭീതിയോടെ കണ്ട് വീണ്ടും റിപ്പീറ്റ് കാണുമ്പോൾ ഇതേ സെയിം എഫേർട്ട് അല്ലെങ്കിൽ സെയിം എഫക്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ആണ് എനിക്ക് ഈ വർഷം ഇഷ്ടപ്പെട്ട ഏറ്റവും സിനിമ. അപ്പോൾ ഐ ഗിവ് ടോപ്പ് 1st പൊസിഷൻ ടു മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ മികച്ച അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ടോപ്പ് 10 മൂവീസ് ഓഫ് മലയാളം. കൂടുതൽ മലയാളവും തമിഴൊക്കെ കാണുന്നതുകൊണ്ടാണ് ഞാൻ മലയാളം സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് 10 സിനിമകളെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വർഷം നല്ല സിനിമകൾ കാണാൻ സാധിക്കട്ടെ.